പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരണവും ലയിപ്പിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കുക, ബാങ്കിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, വിരമിച്ചവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വഹിക്കുക, സ്പെഷ്യൽ അലവൻസ് കൂടി റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുക, ബാങ്കുകളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ തൊഴിൽ സൌഹൃദമാക്കുക, ബാങ്ക് ജീവനക്കാർക്ക് കരാർ പ്രകാരമുള്ള ഇൻസെന്റീവ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാങ്ക് ദേശസാൽകൃത ദിനാചരണത്തിന്റെ ഭാഗമായി ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓഫീസ് പരിസരത്ത് ബഹുജന കൂട്ടായ്മയും ധർണയും സംഘടിപ്പിച്ചു. സിന്ദാബാദ് സിന്ദാബാദ് ഐക്യമൈക്യം സിന്ദാബാദ് 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 ഐക്യമൈക്യം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ദേശസാൽക്കരണ സിന്ദാബാദ്. വിവിധ ബാങ്കുകളുടെ ജീവനക്കാരും ബാങ്കിൽ നിന്ന് വിരമിച്ചവരും വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും കൂട്ടായ്മയിൽ പങ്കെടുത്തു. AIBPARC, AKBRF, NCBE, BEFI എന്നീ സംഘടനാ കൂട്ടായ്മയായ ജോയിന്റ് ഫോറം ഓഫ് സ്റ്റാഫ് ആൻഡ് റിട്ടയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ധർണയും കൂട്ടായ്മയും നടന്നത്. ധർണ CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള രീതിയിലുള്ള ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ബാങ്കിലെ രാജ്യത്തെ മുതലാളിമാർക്ക് ഈ ബാങ്കിങ്ങിന്റെ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ബാങ്കിന്റെ നയങ്ങൾ മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാവുന്നത് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഇത്തരത്തിലുള്ള വലിയ വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിൽ ബാങ്കിന്റെ നയങ്ങളൊക്കെ മാറുകയും. PPJ നായർ അധ്യക്ഷത വഹിച്ചു. K രാഘവൻ, VP ശ്രീജിത്ത്, P പ്രകാശ് എന്നിവർ സംസാരിച്ചു. ജിഷ കൃഷ്ണൻ സ്വാഗതവും P കുമാരൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.